ഓർമ്മകളുടെ പരിമളം എത്രയൊക്കെ കാലങ്ങൾ കഴിഞ്ഞു പോയെന്ന് പറഞ്ഞാലും ചില ഓർമ്മകൾ നമ്മുടെ മനസ്സിൽ എന്നും മായാതെ നിൽപ്പുണ്ടാകും. ചില സുഗന്ധങ്ങളും അല്ലേ, നമ്മുടെ കഴിഞ്ഞു പോയ കാലത്തിലെ ഏതെങ്കിലും ചില കാര്യങ്ങൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കൊണ്ട് നടപ്പുണ്ടാവും. അത് എവിടെ, ഏതൊക്കെ പുതിയ പട്ടണങ്ങളിലോ അല്ലെങ്കിൽ അത്രയും നല്ല ആധുനികവൽക്കരിച്ച ഒരു സ്ഥലത്ത് പോയിരുന്നാലും നമ്മുടെ ആ ചില ഓർമ്മകൾ നമ്മളിങ്ങനെ തലോടി കൊണ്ടുപോകും അല്ലേ. ചിലപ്പോൾ ഇപ്പോഴും എനിക്ക് പലയിടത്ത് ചെന്നാലും എനിക്കിപ്പോഴും എൻ്റെ ആദ്യകാലത്തെ എൻ്റെ തറവാട്ടിലെ അന്നത്തെ ആ ഒരു എന്താ പറഞ്ഞാൽ കാലിത്തൊഴുത്തൊക്കെ ഉണ്ടല്ലോ, ആ തൊഴുത്തിലെ ആ ഒരു മണവും പിന്നെ അതുപോലെ തന്നെ നന്ദ്യാർ വട്ടപ്പൂക്കളുടെ ഒരു മണവും ഒക്കെ മുറ്റമടിച്ചൊക്കെ ഇടുമ്പോഴുള്ള ആ ഒരു നല്ലൊരു മധുരമുണ്ട്. ഇങ്ങനെയുള്ള കാറ്റിലൂടെ തെന്നി തലോടി വരും. അതുപോലെ തന്നെയാണ് അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ അമ്മമാരുടെയൊക്കെയുള്ള ആ ഒരു തൈലവും അതിൻ്റെയൊക്കെ ഒരു ഗന്ധം എന്നൊക്കെ പറയുമ്പോൾ വല്ലാത്ത ഒരിതാണ്. ഇപ്പം നമുക്ക് മറക്കാനും പറ്റത്തില്ല എത്രയൊക്കെ കാലങ്ങൾ കഴിഞ്ഞെന്ന് വെച്ചാലും. അങ്ങനെയുള്ള പല പല ഓർമ്മകൾ. അതുപോലെ തന്നെ വിദ്യാലയങ്ങളിൽ നമ്മൾ അധികമായിട്ട് പോകുന്ന ആ ഒരു അനുഭൂതി, അതും ഇപ്പോഴും ഇങ്ങനെ ഓർമ്മകളിലുണ്ടാവും. അതൊക്കെ കൂടുതൽ ഇങ്ങനെ യാത്രകൾ ചെയ്യുമ്പോഴാണ് ഇങ്ങനെ അങ്ങ് നമ്മുടെ മനസ്സിലിങ്ങനെ ഒരു ഫ്ലാഷ് ബാക്ക് പോലെ വരും. അതിൻ്റെ ചില ഗാനങ്ങൾ എൻ്റെ മനസ്സിൽ തിങ്ങി നിൽക്കുന്ന പല ഗാനങ്ങളും സലിൽദായുടെയൊക്കെ ഗാനങ്ങളൊക്കെയാണ്. അതിങ്ങനെ എനിക്കിപ്പോഴും പിന്നെ എൻ്റെ ഓർമ്മയിൽ വരുന്ന ഒരു ഗാനം ഞാൻ എന്നോ എൻ്റെ കുട്ടിക്കാലത്ത് കേട്ടിരുന്നത് ഈ ഗാനമാണ് എനിക്കിപ്പോഴും പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി എന്നൊക്കെ തുടങ്ങുന്ന ഗാനം വല്ലാത്തൊരു നൊസ്റ്റുമാണ് തരുന്നത്. എന്താ പറയുക, അതൊക്കെ ഒരു വല്ലാത്തൊരു അനുഭൂതി തന്നെയാണ്. എവിടെ ചെന്നാലും എത്രയൊക്കെ മാറി മറിഞ്ഞാലും കാലങ്ങൾ ചെന്നാലും ചില ഓർമ്മകളെ ഇങ്ങനെ തൊട്ടിലെ താലോലിക്കുന്ന പോലെ ഇങ്ങനെ ആട്ടി ഇങ്ങനെ അങ്ങ് കൊണ്ടുപോവുകയാണ്. ഈ ഓർമ്മകൾ എത്രത്തോളം പോകുമെന്ന് നമുക്കറിയില്ലല്ലോ. നമ്മുടെ ഓർമ്മകൾ എന്നാണ് നിൽക്കുന്നത്, നമുക്കൊരു മറവി ബാധിച്ചാലോ ഒന്നും എല്ലാ ഓർമ്മകളും തകർന്നു പോകുമല്ലോ. ചിലർ പറയാൻ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ഓർക്കുകയേ ചെയ്തു. ഞാനും പലയിടത്തും പറഞ്ഞിട്ടുണ്ട് ഈ കഴിഞ്ഞ കാലങ്ങളെക്കുറിച്ച് നമ്മളങ്ങനെ ഓർക്കാനോ ചകഞ്ഞെടുക്കാനോ ഒന്നും പോകണ്ട. പക്ഷേ ചിലതെല്ലാം നമ്മൾ ചകഞ്ഞെടുക്കുക തന്നെ ചെയ്യും. അതൊരു മധുരമുള്ള കാര്യമാണ്. പിന്നെ നൊമ്പരം ഉണർത്തുന്ന കാര്യങ്ങൾ പലതും മറക്കാൻ ശ്രമിക്കുകയും അല്ലെങ്കിൽ മറക്കാൻ വേണ്ടിയിട്ട് പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് ഏർപ്പെടുകയും ഒക്കെ ചെയ്ത് മാറുന്നുണ്ട്. പക്ഷെ ചില ഓർമ്മകളൊന്നും ഒരിക്കലും അത് നൊമ്പരമായാലും മധുരമായാലും അതിങ്ങനെ മെമ്മറിയിൽ ഇങ്ങനെ കിടക്കും. അതിങ്ങനെ എത്രയൊക്കെ കാലങ്ങൾ കൊഴിഞ്ഞു പോയാലും ഇങ്ങനെ സ്മരണയിൽ തെളിഞ്ഞ് വരും, സ്മരണ മണ്ഡലത്തിൽ. അങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൻ്റെ ഒരു എന്താ പറയുക, ഒരു സന്തോഷവും അതിനെക്കുറിച്ചുള്ള ഒരു ആഹ്ലാദവും ഒക്കെ എല്ലാം നമ്മുടെ മനസ്സിൻ്റെ സന്തോഷം, സമാധാനം. നമുക്ക് നമ്മുടെ സന്തോഷം എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ സമാധാനമാണ് അല്ലേ. പണ്ടൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് സന്തോഷം കിട്ടാൻ വേണ്ടി കോടി വേണം, അവിടെ പോകണം ഇവിടെ പോകണം, അതൊക്കെ ആയിരിക്കും നമ്മുടെ സന്തോഷം. അതൊന്നുമല്ല, നമുക്ക് സമാധാനപരമായിട്ടുള്ളൊരു അന്തരീക്ഷം. നമുക്ക് എന്ത് ചെയ്യണം, നമുക്കങ്ങ് ഒരുപാട് പറന്നു പോവുകയോ ഒരുപാട് ഉയരങ്ങളിലെത്തണോ അങ്ങനെയൊന്നുമില്ല. നമ്മുടെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, ഈ കുഞ്ഞു കുഞ്ഞു ലോകത്തിൽ എന്ത് ചെയ്യുന്നതിനും ഒരു സമാധാനം. ചിലരുണ്ട് നമ്മൾ എന്ത് ചെയ്യോ അത് ചെയ്യരുത് ഇത് ചെയ്യരുത്, എന്തിനാണ് നീ അങ്ങോട്ട് പോകുന്നത്, പെൺകുട്ടിയല്ലേ അല്ലെങ്കിൽ വീട്ടമ്മയായില്ലേ, കുറച്ച് കടക്കൊതുക്കം വേണ്ടേ, ഇങ്ങനെയൊന്നും പറയാതെ നമുക്കറിയാലോ. അപ്പം നമുക്കൊരു ആത്മവിശ്വാസമുണ്ട്, ഞാൻ എത്രയൊക്കെ പോയാലും ഇതുവരെ എത്തത്തുള്ളൂ, അല്ലെങ്കിൽ ഞാൻ അതിലപ്പുറം പോവില്ല. ഒരു ലക്ഷ്മണരേഖ എപ്പോഴും മനസ്സിലുണ്ടാവും, അതെപ്പോഴും വേണമെന്ന് തന്നെ. അത് ഓവറായാലും നമുക്ക് ചില പ്രശ്നങ്ങളൊക്കെ വരും. ചിലർക്കൊന്നും പ്രശ്നമില്ല, ചിലർക്കൊക്കെ നല്ല ആത്മവിശ്വാസവും ഒരു കരുത്തും ഒക്കെയുണ്ട്. എന്നെപ്പോലുള്ളവരൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ തട്ടിത്തറഞ്ഞൊക്കെ വീണു പോകും. ചെറിയ ചെറിയ വിമർശനങ്ങൾ ഏറ്റാലും മതി, എനിക്ക് ഭയങ്കര പ്രശ്നമാണ് അതൊക്കെ. എന്ന് പറഞ്ഞാൽ നമ്മൾക്കുള്ളൊരു സന്തോഷം, നമ്മുടെ സന്തോഷം ഒരു പക്ഷേ ഇപ്പോൾ നമ്മുടെയൊക്കെ സന്തോഷം ഷോർട്സും റീൽസിലൂടെയൊക്കെയാണ്. എനിക്കറിയാൻ ഒത്തിരി സ്ത്രീകൾ അങ്ങനെ എൻജോയ് ചെയ്തിട്ടുണ്ട്. നല്ല കാര്യമല്ലേ, എൻജോയ് ചെയ്യട്ടെന്നേ എല്ലാവരും. അപ്പോൾ എൻജോയ് ചെയ്യട്ടെ, നമുക്കും അതിൽ പങ്കെടുക്കാം, അവർ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ കലപില പ്രസംഗം നിർത്തുകയാണ്. ഓക്കെ, വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. സ്നേഹത്തോടെ ഷഹ്നായിസ്. ഓർമ്മകളുടെ പരിമളം എത്രയൊക്കെ കാലങ്ങൾ കഴിഞ്ഞു പോയെന്ന് പറഞ്ഞാലും ചില ഓർമ്മകൾ നമ്മുടെ മനസ്സിൽ എന്നും മായാതെ നിൽപ്പുണ്ടാകും. ചില സുഗന്ധങ്ങളും അല്ലേ, നമ്മുടെ കഴിഞ്ഞു പോയ കാലത്തിലെ ഏതെങ്കിലും ചില കാര്യങ്ങൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കൊണ്ട് നടപ്പുണ്ടാവും.
അത് എവിടെ ഏതൊക്കെ പുതിയ പട്ടണങ്ങളിലോ അല്ലെങ്കിൽ അത്രയും നല്ല ആധുനികവൽക്കരിച്ച ഒരു സ്ഥലത്ത്